ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേസി ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇത് ഞാൻ 1-2 മാസം മുമ്പ് മാറ്റി വെച്ച നമ്മുടെ ഡേസി ചെടിയാണ്. ഒരു ചെടി വാങ്ങിച്ചതിൽ നിന്നും ഇത്രയേറെ തൈകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ 3-4 പോട്ടുകളിലായിട്ട് മാറ്റി വെച്ചിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയെല്ലാം കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുട്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇത് മുട്ടയാകാൻ 1-2 മാസം എടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് 1 മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു. തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിലൊരു ചെടിയിൽ മുട്ട് വന്നിരുന്നു. ഇപ്പം അതിന് ശേഷം 1 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഇതിൽ എല്ലാ ചെടികളിലും നിറയെ മുട്ടുകളായിട്ടുണ്ട്. മുട്ടുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് മുട്ടുകൾ വരുന്നുണ്ട്. മുട്ടുകളെല്ലാം നല്ലതുപോലെ ഇത് ആയതിനു ശേഷമേ ഒന്നിച്ചേ ഇത് വിരിയാറുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ചെടി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചെടിയല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. പൂക്കൾ സീസണിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ, എങ്കിലും ഒരിക്കലും നമുക്ക് ഈ ചെടി നഷ്ടപ്പെട്ടു പോകാറില്ല. ഇത് ആദ്യം ഞാൻ വാങ്ങിയത് വൈറ്റ് കളറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ തൈകളാക്കി എടുത്തിട്ടുണ്ട്. അതിലെല്ലാം നിറയെ മുട്ടുകളുമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കളറും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കൂ, ഇതിലെല്ലാം കുഞ്ഞു കുഞ്ഞു തൈകൾ വരുന്നുണ്ട്. ഇതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിറയെ ചെടികൾ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റിൻ്റെ ഒരു ചെടിയും കൂടെ ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിലും പൂക്കളായിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് നേരത്തെ പൂക്കളായതുപോലെ തോന്നുന്നു. അത് നേരത്തെ അവർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചതുകൊണ്ടായിരിക്കും. ഞാൻ ഇത് നഴ്സറിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. അപ്പം ഇതിലും കുഞ്ഞു കുഞ്ഞു തൈകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതിനെ എനിക്ക് മാറ്റിയെടുത്ത് നിറയെ ചെടികളാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ഡേസി ചെടിയെക്കുറിച്ചാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.